കേരളത്തിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തിയ സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണന്റെ പുതിയ തട്ടിപ്പും അതിന്റെ വിശദാംശങ്ങളുമാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത MS അനീഷ് കുമാറിലേക്ക് തന്നെയാണ് ഇനിയും. അനീഷ്, ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ നൽകുന്ന റിപ്പോർട്ടിലുള്ളത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ വിവരങ്ങൾ ആണ്. ബിജു രാധാകൃഷ്ണന് നിരവധി ഓഫീസുകളാണ് ഇതിനോടകം തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൊച്ചി നഗരത്തിൽ മാത്രം 4 ഓഫീസുകൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. അതിൽ തന്നെ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകുന്നു എന്നതാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരൊന്നും ബിജു ജോർജ് അല്ലെങ്കിൽ ബിജു പൗലോസ്, ബിജു വർഗീസ് എന്ന ബിജു രാധാകൃഷ്ണനൊന്നും തിരിച്ചറിയുന്നില്ല എന്നത് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് മാത്രവുമല്ല, ഈ നമ്മളോട് വ്യക്തമാക്കുന്ന കണക്കുകൾ തന്നെ ഈ തട്ടിക്കൂട്ട് കമ്പനികൾക്ക് പണം എങ്ങനെ എത്തിച്ചു നൽകാമെന്നതൊക്കെയാണ്. അപ്പോൾ ഈ പോലീസുകാരൻ അടക്കം, റിട്ടയേർഡ് ഉദ്യോഗസ്ഥനടക്കം, അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് കൃത്യമായി അറിയില്ല. അങ്ങനെയെങ്കിൽ ഇത് കൃത്യമായൊരു തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന സാഹചര്യം കൂടിയല്ലേ ഇവർ ചെയ്യുന്നത്? തീർച്ചയായും ഈ ആരും അറിയാതെ അല്ലെങ്കിൽ ഇവർ വെറും നിഷ്കളങ്കരായല്ല ഈ തട്ടിപ്പിൽ കൂട്ടുനിൽക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം ഈ ബിജു രാധാകൃഷ്ണനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ആലപ്പുഴയിൽ നിന്നുള്ള റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥനായ വേണുഗോപാലിന് നേരത്തെ അറിയാം എന്നാണ് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ പറയുന്നുണ്ട് താൻ ഈ ആലപ്പുഴയിലെ സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരാണ് എന്ന്. കാരണം ഞാൻ ആദ്യം ഒരു ട്രസ്റ്റുമായി ഈ സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ എന്നെ ആദ്യം അയച്ചത് ഈ വേണുഗോപാൽ എന്ന റിട്ടയേർഡ് പോലീസുകാരൻ്റെ അടുത്തേക്കാണ്. അദ്ദേഹം വളരെ വിശദമായി തന്നെ ഏതാണ്ട് 1.5 മണിക്കൂർ നീളുന്ന ഒരു ക്ലാസ്സാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മോട് പറയുന്നത്. പലപ്പോഴും ഈ CSRുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ, ഒപ്പം ഏതൊക്കെ തരത്തിലുള്ള രേഖകളാണ് ഈ CSR ലഭിക്കുന്നതിന് വേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് പിന്നീട് ഈ വലിയ പദ്ധതികളിലേക്ക് പോയില്ലെങ്കിൽ പോലും വിദേശങ്ങളിൽ നിന്നടക്കം പല രീതിയിൽ കോടിക്കണക്കിന് രൂപ ഒഴുകാനുള്ള വഴികൾ തങ്ങൾക്കറിയാം എന്ന് പറയുന്നത്. അപ്പോൾ ന്യായമായും ഒരു സാധാരണ ട്രസ്റ്റുമായി ചെല്ലുന്ന ആളുകൾ പോലും അദ്ദേഹത്തിൻ്റെ വാഗ്ദോരണിക്ക് മുന്നിൽ വീണുപോകും. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, താങ്കൾ ഒരു സാറായിരുന്നു അല്ലെങ്കിൽ കോളേജിലോ സ്കൂളിലോ മറ്റോ പഠിപ്പിച്ച ആളായിരുന്നു എന്ന് ചോദിക്കുന്നത് ചിരിച്ചുകൊണ്ടാണ്. അല്ല, ഞാനൊരു വിരമിച്ച പോലീസുകാരനാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അധികകാലം മുമ്പ് വിരമിച്ച ആളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ ബിജു രാധാകൃഷ്ണൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ അറിയാവുന്ന ഒരു ആൾ തന്നെയാണ് അദ്ദേഹം എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. നമുക്കറിയാം, ഒരു വിപുലമായ ഒരു ചെങ്ങലയാണ് ഈ തട്ടിപ്പിനും ഉള്ളിലും ഉള്ളത്. ബെർലി എന്ന നമ്മൾ കണ്ട ആ മാനേജർ, അയാളാണ് എല്ലാ കാര്യങ്ങൾക്കും ബിജുവിനൊപ്പമുള്ളത്. ഈ മലപ്പുറത്തെ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പോലും അയാളുടെ ഒപ്പം ഉണ്ട്. മറ്റ് സ്ഥലം കാണാൻ എന്ന വ്യാജേന പലയിടങ്ങളിലും പോയി പദ്ധതി റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നു. ഇരകളായ ആളുകൾ, ഞാനടക്കം ഈ ബിജുവിൻ്റെ ക്യാബിനിൽ ഇരിക്കുമ്പോൾ പറയും, ഈ ബെർലിനോട് പറയും, നമുക്ക് മറ്റേ 50 കോടി ഇവർക്ക് കൊടുത്തേക്കാം, 2 ആഴ്ച കൊണ്ട് വരും, ചെറിയ കേസല്ലേ ഉള്ളൂ. അപ്പോൾ അയാൾ പറയും, ജർമ്മനിയിൽ നിന്നുള്ളൊരു 30 കോടി കൊടുത്തേക്കാം. അങ്ങനെ ഈ പരസ്പരം അറിഞ്ഞുകൊണ്ട് മുന്നിലെത്തുന്ന ആളുകളെ കബളിപ്പിക്കുന്ന, അല്ലെങ്കിൽ വഞ്ചനയിലേക്കാണ് അവർ ജോലിയെടുക്കുന്ന പണം, അല്ലെങ്കിൽ അവർ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ കൂടെ സ്വരൂപിച്ചിരിക്കുന്ന പണം തട്ടിയെടുക്കുമ്പോൾ യാതൊരു സങ്കോചവുമില്ല, അല്ലെങ്കിൽ യാതൊരു കുറ്റബോധവുമില്ല എന്ന് തന്നെയാണ് ഈ നെറ്റ്വർക്കിൽ ഉൾപ്പെട്ട ആളുകളെക്കുറിച്ച് നമ്മൾ പറയേണ്ടത്. ഇതേ രീതിയിലുള്ള ഒരു പങ്ക് തന്നെയാണ് വനിതാ അഭിഭാഷകയ്ക്കും ഈ കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉള്ളത്. നമ്മൾ ഈ വാർത്തകൾ പുറത്തുവിടുന്നുവെന്ന് ചില സൂചനകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ പുതിയ രൂപത്തിൽ പുതിയ വേഷത്തിൽ ഒരു തട്ടിപ്പ് വരുന്നുവെന്ന് കണ്ടപ്പോൾ തന്നെ അഭിഭാഷക ഓഫീസിൽ നിന്നും ഇത് ഞങ്ങളുടെ ആളെ ഉദ്ദേശിച്ചാണോ, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തെക്കുറിച്ചാണോ എന്ന് ചോദിച്ച് അന്വേഷണം പോലും എത്തി അവരുടെ രേഖകൾ ഇട്ടു തരികയും ചെയ്തു. അവരുടെ പേരിലാണ് ഈ സ്ഥാപനം, ബിജുവിനോട് യാതൊരു പങ്കുമില്ല എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ നമ്മളോട് തന്നെ ബിജു നേരിട്ട് പറയുന്നുണ്ട്, എൻ്റെ സ്ഥാപനമാണ്, ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ CEO ആണ്, മാഞ്ചസ്റ്ററിൽ നിന്നും സ്ഥലം മാറി ഇവിടേക്ക് എത്തിയ CEO ആണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അയാൾ തന്നെ പറയുന്നുണ്ട്. ഒരു വശത്ത് അയാൾ നമ്മോട് പറയുന്നു, ആലപ്പുഴയിൽ വീട്, സഹോദരി ആലപ്പുഴ മുല്ലക്കൽ ബ്രാഞ്ചിലെ SBIയുടെ മാനേജറാണ്, സഹോദരി ഭർത്താവ് ഇൻകം ടാക്സിലെ കമ്മീഷണറാണെന്ന് പറയുമ്പോൾ, മറുവശത്ത് മലപ്പുറത്തെ കോളേജിൽ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകളോട്, അവിടുത്തെ വിദ്യാർത്ഥികളോട് പറയുന്നു, താൻ അനാഥനാണ്, അനാഥാലയത്തിലാണ് വളർന്നത്, അവിടെ നിന്നാണ് പിന്നീട് താൻ MSW പഠിക്കുകയും ഈ സോഷ്യൽ വർക്ക് എന്ന സാമൂഹ്യ സേവനം എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്നു. അഭിലാഷ്, നോക്കൂ, എത്ര ദുരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത്രമേൽ വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതി, അല്ലെങ്കിൽ ഭാര്യയെ കൊന്ന കേസിന് ജയിലിൽ കടന്ന ഒരാൾ വീണ്ടും ഈ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന, അയാളെ വളരെ രാജകീയമായി സ്വീകരിച്ചു കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു കാഴ്ചകളൊക്കെ എത്രമേൽ ദയനീയമാണ്. കേരളത്തിൽ എന്തും നടക്കും. എത്ര വലിയ തട്ടിപ്പ് നടത്തിയ ആളായാലും പിന്നീട് വീണ്ടും
ആളുകൾ ആ തട്ടിപ്പിലേക്ക് ഇരട്ടി പണം ലഭിക്കാനായി, അല്ലെങ്കിൽ 3 ഇരട്ടി പണം ലഭിക്കാനായി, അല്ലെങ്കിൽ 100 ഇരട്ടി പണം ലഭിക്കാനായി എന്ത് തരത്തിലുള്ള തട്ടിപ്പുകാരോടും ഒപ്പം ചേരും എന്ന ഒരു കാഴ്ച തന്നെ. ഒപ്പം അവർ എത്ര വലിയ വിദഗ്ധമായി സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. അതായത് ഇത്രമേൽ അറിയപ്പെടുന്ന കുപ്രസിദ്ധനായ ഒരാൾ ഒരു സങ്കോചവുമില്ലാതെയാണ് ഒരു കോളേജിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നതും അവിടെ ക്ലാസ് എടുത്ത് മടങ്ങുകയുമൊക്കെ ചെയ്യുന്നത്. അയാളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു പോരായ്മ. കാരണം അയാളുടെ രൂപത്തിലും വേഷത്തിലും ഭാവത്തിലുമൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പേര് മാറിയിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണൻ എന്ന പേരിൽ നിന്നും ബിജു ജോർജ് എന്ന പേരിലേക്കും ബിജു പൗലോസ് എന്ന പേരിലേക്കും ഒക്കെ മാറുമ്പോൾ പെട്ടെന്ന് ആളുകൾ ചിന്തിക്കില്ല. നമ്മൾ പോലും പെട്ടെന്ന് കാണുമ്പോൾ ഇയാൾ ഇങ്ങനത്തെ ആളാണോ എന്ന് ചിന്തിക്കാത്ത സാഹചര്യം. ഒപ്പം ഈ പണം മുടക്കാനായി വരുന്ന ആളുകൾ എന്തുകൊണ്ട് ഒരു കോടികൾ വരുന്ന ഒരു ഇടപാടിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് തിരക്കുകയോ, അല്ലെങ്കിൽ ഈ പദ്ധതി വഴി പണം ലഭിച്ച ആളുകളോട് നേരിട്ട് അന്വേഷിക്കുകയോ, അല്ലെങ്കിൽ എന്താണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്മുറ അല്ലെങ്കിൽ എന്താണെന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറാവുന്നില്ല. കാരണം 15-20 വർഷമൊക്കെ മുമ്പൊക്കെ തങ്ങൾ ഫണ്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അക്കാര്യത്തെക്കുറിച്ച് ഒരു തരത്തിലുമുള്ള അന്വേഷണങ്ങൾ നടത്താതെ നേരെ തലവെച്ച് ഒരു കുടുക്കിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണുള്ളത്. എന്തായാലും പ്രബുദ്ധരെന്ന് കരുതുന്ന മലയാളികൾ തന്നെയാണ് ഇത്തരം കുരുക്കിൽ വീണ്ടും വീണ്ടും അകപ്പെടുകയും ചെയ്യുന്നത്. ഇത്തരമൊരു ക്രിമിനലിനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാൻ പോലും മടിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും കോളേജ് നൽകുന്ന വിശദീകരണം അവർക്ക് ഇത്തരമൊരു കുറ്റവാളി ആയിരുന്നില്ല എന്നാണ്. നമ്മൾ വിളിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കോളേജിലെ അധികൃതർ ഞെട്ടിപ്പോവുകയായിരുന്നു. കാരണം ഇത്ര വലിയൊരു ക്രിമിനലാണോ തങ്ങളുടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും വലിയ ക്ലാസ് ആയിരുന്നു. വീണ്ടും ബിജുവിനെ വിളിക്കണമെന്ന ആഗ്രഹത്തിൽ തങ്ങൾ ഇരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും സമാനതകളില്ലാത്ത, കേരളത്തിന് പരിചിതമില്ലാത്ത പുതിയ രീതിയിലുള്ള ഒരു തട്ടിപ്പിലേക്കാണ് ബിജു രാധാകൃഷ്ണനും കൂട്ടാളികളും ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും വളരെ വിപുലമായ ശൃംഖല തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട്. ആ ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും വാർത്തകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതുമാണ്. കേവലം ബിജു മാത്രമല്ല ഈ തട്ടിപ്പിന് പിന്നിൽ ഉള്ളത് എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. അഭിലാഷ്, യെസ്, എന്തു തന്നെയാണെങ്കിലും കേരളത്തിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ, അതും നേരത്തെ വലിയ തോതിൽ രാഷ്ട്രീയമായി ഏറെ കോളിളക്കം സൃഷ്ടിച്ച, നിരവധി വർഷങ്ങളായി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത ഒരു ഭരണകൂടത്തെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കിയ, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി തനിക്ക് അടുപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ചില ജീവനക്കാരെയും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനെയും ഒക്കെ സ്വാധീനിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഒരു സംഘം, ആ സംഘത്തിൻ്റെ ഭാഗമായിരുന്ന, ആ തട്ടിപ്പിൻ്റെ മുഖ്യ സൂത്രധാരൻ ആയിരുന്ന ബിജു രാധാകൃഷ്ണൻ അതേ കേസിൽ തന്നെ ശിക്ഷിക്കപ്പെട്ട പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തിയ സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ ബിജു രാധാകൃഷ്ണനാണ് ഇപ്പോൾ പുതിയ തട്ടിപ്പുമായി രംഗത്ത് വന്നിട്ടുള്ളത്. സന്നദ്ധ സംഘടനകൾക്ക് സാമൂഹിക പ്രതിബദ്ധത ഫണ്ട് വാങ്ങി നൽകാം എന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഈ തട്ടിപ്പ്. ബിജു വർഗീസ് എന്ന പേരിലാണ് പുതിയ തട്ടിപ്പ്. ന്യൂസ് 18 ബിഗ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക്. UK നിന്നും മടങ്ങിയെത്തിയ ഉന്നതൻ, സഹോദരി ബാങ്ക് മാനേജർ, സഹോദരി ഭർത്താവ് ആദായ നികുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ. ഈ വിലാസങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരുന്ന കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയെ ആരും തിരിച്ചറിഞ്ഞില്ല. സന്നദ്ധ സംഘടനകൾക്ക് CSR ഫണ്ട് നൽകാനെന്ന പേരിൽ കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരിൽ ഒരാളായ ബിജു രാധാകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പായ സോളാർ കേസിലെ മുഖ്യപ്രതി എവിടെന്ന അന്വേഷണമാണ് ഞങ്ങളെ കൊച്ചി കാക്കനാടുള്ള മെറിഡിയൻ എന്ന സ്ഥാപനത്തിലെത്തിച്ചത്. സന്നദ്ധ സ്ഥാപനങ്ങൾക്ക് വൻകിട കോർപ്പറേറ്റുകളിൽ നിന്നും സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ടെന്ന CSR തരപ്പെടുത്തി നൽകാമെന്ന പേരിൽ കോടികൾ തട്ടിയെടുക്കലാണ് ബിജുവിന്റെ പുതിയ ബിസിനസ്. വെറുമൊരു തട്ടിപ്പല്ല ബിജു രാധാകൃഷ്ണൻ നടത്തിയത്. രോഗികളുടെയും ആലംബഹീനരുടെയും കണ്ണീരൊപ്പുന്ന സന്നദ്ധ സംഘടനകളുടെ വിശ്വാസ്യതയാണ് മുതലെടുത്തത്. ബിജുവിന്റെ മോഹനസുന്ദര വാഗ്ദാനങ്ങളിൽ പലരും വീണുപോയി എന്നതാണ് വാസ്തവം. സോളാർ തട്ടിപ്പ് കാലത്തെ ഡോക്ടർ RB നായർ എന്ന പേരും യഥാർത്ഥ പേരായ ബിജു രാധാകൃഷ്ണനും മാറ്റി ബിജു ജോർജ്, ബിജു വർഗീസ്, ബിജു പൗലോസ് എന്നീ പേരുകളിലാണ് ബിജു ഇരകളെ വീഴ്ത്തുന്നത്. പേരിലെ മാറ്റം ഓഫീസിലുമുണ്ട്. ഓഫീസിൽ നിറഞ്ഞു നിൽക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചിഹ്നങ്ങളുമാണ്. ഭാര്യയെ കൊന്ന കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന ബിജുവിനായി സുപ്രീം കോടതിയിൽ വാദിച്ച് കുറ്റവിമുക്തനാക്കിയ കൊച്ചിയിലെ വനിതാ അഭിഭാഷകയുടെ പേരിലുള്ള ആഡംബരക്കാരാണ് ബിജു ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരു സന്നദ്ധ സംഘടനയ്ക്ക് 1000 കോടിയോളം ചെലവ് വരുന്ന ജൈവ കൃഷി പദ്ധതിയുമായി ബന്ധപ്പെട്ട CSR ഫണ്ടിനായാണ് ഞങ്ങൾ ട്രസ്റ്റ് ഭാരവാഹിയോടൊപ്പം ബിജുവിന്റെ ഓഫീസിലെത്തിയത്.
ഏപ്രിൽ മാസത്തിനുള്ളിൽ 1500 കോടി രൂപ തരപ്പെടുത്തി നൽകാമെന്ന് ബിജുവിന്റെ ഉറപ്പ്. ലഭിക്കുന്ന പണത്തിന്റെ 60% തുക മാത്രം പദ്ധതിക്കായി ചെലവഴിച്ചാൽ മതിയാകും. ബാക്കി ട്രസ്റ്റിനും ഒരു വിഹിതം തനിക്കും. അന്നേരം ഞാൻ പറയുന്നത്, നിങ്ങൾ 1 കോടി രൂപ കിട്ടുന്നോ, 10 ലക്ഷം രൂപ നിങ്ങൾ മാറ്റിക്കോ, അല്ലെങ്കിൽ 15 ലക്ഷം രൂപ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റിക്കോ, ബാക്കിയുള്ളത് ചെലവഴിച്ചാൽ മതി. നിങ്ങൾ ഒരു 60% ചെലവഴിച്ചാൽ മതി, ബാക്കിയുള്ളത് നിങ്ങൾ മാറ്റിക്കോ, ഞാൻ നോക്കിക്കോളാം. അതിനുള്ള ധൈര്യം എനിക്കുണ്ട്. പക്ഷെ അറിയാതെ പിന്നെ 60% കൂടെ മാറ്റരുത്. അത് മാത്രമേ പറയുള്ളൂ. നിങ്ങൾ ബാക്കിയുള്ള മാറ്റിക്കോ, മാറ്റിയിട്ട് നിങ്ങൾ ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. അമൃതാനന്ദമയി മഠം അടുത്തിടെ ഉത്തർപ്രദേശിലെ ഫരീദാബാദിൽ ആരംഭിച്ച ആശുപത്രിക്ക് പണം ലഭ്യമാക്കിയത് താനാണ്. കേരളത്തിനകത്തും രാജ്യത്തെ വിവിധയിടങ്ങളിലുമായി 10ലധികം മെഡിക്കൽ കോളേജുകൾ തന്റെ ഫണ്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം മെഡിക്കൽ കോളേജ് ആണെങ്കിൽ 1500 കോടി രൂപ ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ 1000 കോടി രൂപ ക്ലെയിം ചെയ്യാം. ഒരു ഹൗസിംഗ് ഡെവലപ്മെന്റ് പ്രോജക്റ്റിന് നമുക്ക് 1000 കോടി രൂപ കൊടുക്കാൻ പറ്റും. അന്നേരം അതിൽ നമുക്ക് കുറയും. കാരണം നമുക്കതിൽ ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു 40%, 30% ആണെങ്കിൽ മെഡിക്കൽ കോളേജിൽ 50% ബ്രേക്കപ്പ് ചെയ്യാം. അന്നേരം 1500 കോടി രൂപയാണ് ഒരു പ്രൊജക്ട് കോസ്റ്റ്. സാധാരണ അമൃത ഫരീദാബാദ് ഞാൻ ചെയ്തു തീർത്തപ്പം ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ് മാത്രം 4800 കോടി രൂപ വന്നു. പുതിയ അമൃതയുടെ എന്റെ പ്രൊജക്ട് ആണല്ലേ. 2800 ബെഡാണ് പ്രോജക്റ്റ്. കർണാടകത്തിൽ നിരവധി ഗ്രാമങ്ങളെയാണ് താൻ ദത്തെടുത്ത് വികസന പാതയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 3000 പശുക്കളെ വളർത്തുന്ന ഗോശാല നടത്തുന്നു. ലിറ്റർ 1-ന് 1500 രൂപ നിരക്കിൽ ഗോമൂത്രം വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു. ഒരു വില്ലേജ് അഡോപ്റ്റ് ചെയ്തിട്ട് പറഞ്ഞതേ ഉള്ളൂ. മാഗഡി എന്ന് പറഞ്ഞൊരു വില്ലേജ് കർണാടക മൊത്തം അഡോപ്റ്റ് ചെയ്ത് ഞങ്ങൾ 200 വീടാണ് സാങ്ഷൻ ചെയ്ത് ഫണ്ട് കൊടുത്തു. ഫണ്ട് ട്രാൻസ്ഫർ ആയി, വർക്ക് സ്റ്റാർട്ടായി. അന്നേരം അത് ഒന്ന് വെരിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബന്ദിപ്പൂ, അതും ട്രൈബൽ വില്ലേജാണ്, അത് ഞങ്ങൾ ഏറ്റെടുത്തു. അതിൽ മേൽക്കാമനഹള്ളി എന്ന് പറഞ്ഞൊരു വില്ലേജ് കംപ്ലീറ്റ് ഏറ്റെടുത്തു. ആദിവാസി മേഖലയിലെ സംസ്ഥാന സർക്കാർ പദ്ധതികൾക്ക് ഫണ്ട് ചെയ്യുന്നതും തന്റെ സ്ഥാപനമാണ്. ആദിവാസി മേഖലയിൽ നിന്നും IAS നേടിയ ശ്രീധന്യടക്കം നിരവധി പേർക്ക് ജോലി നേടാൻ സഹായിച്ചു. ഈ ഗ്രൂപ്പിൽപ്പെട്ടാണ് ശ്രീധന്യ സുരേഷ് ഒക്കെ IAS ഞങ്ങളുടെ സ്റ്റുഡൻസാണ്, ഗോത്രകരണത്തിന്റെ സ്റ്റുഡൻസാണ്. ശ്രീധന്യ സുരേഷ് IAS ഇവരൊക്കെ ഞങ്ങളുടെ പഠനം ഞങ്ങളുടെ പൈസ കൊണ്ട് പഠിച്ചു വന്ന ആൾക്കാരാണ്. അത് പറയുമ്പോൾ ഒരു അഭിമാനമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാർത്തയായി മാറിയതല്ലേ. ഭയങ്കര വാർത്തയാണ്. ഇതൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നാണ്. കേരള ഗവൺമെന്റ് പദ്ധതിയായിരുന്നു ഗോത്രകരണം. പക്ഷെ ഗവൺമെന്റിന് ഫണ്ടില്ല. അത് നടപ്പാക്കാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെയും വിമുക്തിയെ അവരേൽപ്പിച്ചു, സോഷ്യൽ. പക്ഷേ ഇവരുടെ ഫണ്ട് കൊടുക്കാനായിട്ട് ആളില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ NHF ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും. കേന്ദ്ര സർക്കാരും BJP നേതാക്കളുമായും അടുത്ത ബന്ധമാണെന്ന് ഇയാൾ അവകാശപ്പെടുന്നു. സംസ്ഥാന സർക്കാരിനെ കുറിച്ച് മതിപ്പില്ല. BJPയുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. യോഗി ആദിത്യനാഥിന്റെ എല്ലാ പ്രൊജക്റ്റും ചെയ്യുന്ന നമ്മളാണ്. ഉത്തർപ്രദേശിലെ എല്ലാ പ്രൊജക്റ്റും നമ്മളാണ്. ട്രൈബൽ സെഗ്മെന്റ് കംപ്ലീറ്റ് നമ്മളാണ് ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെന്റുമായിട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ ബന്ധം. കേരള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അങ്ങോട്ടേക്ക് കൊടുക്കണം, എന്നല്ലാതെ ഇങ്ങോട്ടേക്കൊന്നുമില്ല. മറ്റേതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് ലാഭമുണ്ട്. ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രൊജക്ട് ചെയ്യണമെങ്കിൽ 1500 കോടി രൂപ മിനിമം വേണം തുടങ്ങണമെങ്കിൽ. അതായത് ഒരു ബെഡിന് 3 കോടി രൂപ എന്നുള്ളതാണ് കാൽക്കുലേഷൻ വരിക. അതായത് ഒരു മെഡിക്കൽ കോളേജ് വേണമെന്നുണ്ടെങ്കിൽ 500 ബെഡ് മിനിമം ഉള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വേണം. 25 ഏക്കർ സ്ഥലം വേണം. അന്നേരം ഈ ഒരു ഫിഗറിൽ 1500 കോടി രൂപ വേണമെങ്കിൽ നമ്മൾ ഫോറിനിൽ നിന്ന് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ട് 3000 കോടി രൂപയാണ്. അതിൽ 1500 കോടി രൂപ ഭരിക്കുന്ന കക്ഷിക്ക് പോകും, ഞങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ്. ബാക്കിയുള്ള 1500 കോടി രൂപ മെഡിക്കൽ കോളേജ് ചെയ്യും. ലാഭമില്ലാതെ ആരെങ്കിലും ബിസിനസ് എന്ന് പറയേണ്ട കാര്യമില്ല. കൊല്ലം സ്വദേശിയായ ബിജു ആലപ്പുഴക്കാരനെന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. സോളാർ കേസിലും ഭാര്യയെ കൊന്ന കുറ്റത്തിനുമായി വർഷങ്ങളോളം ജയിലിലായിരുന്ന കുറ്റവാളി അവകാശപ്പെടുന്നത് താൻ 15 വർഷത്തെ UK ജീവിതം അവസാനിപ്പിച്ച് അടുത്തിടെയാണ് കേരളത്തിലേക്ക് മടങ്ങിയതെന്നാണ്. സഹോദരി ആലപ്പുഴ മുല്ലക്കൽ SBയിലെ മാനേജരും സഹോദരി ഭർത്താവ് ആദായ നികുതി വകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥനുമാണ്. ഇപ്പം ഞാൻ UK-യിൽ 15 വർഷം ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം ഇന്റർനാഷണൽ മാർക്കറ്റിൽ കിടന്ന് കളിച്ചത് കൊണ്ട് ഞാൻ ഈ NHF-ൽ തന്നെ UK-യിൽ CEO ആയിരുന്നു, മാഞ്ചസ്റ്റർ CEO ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോ സൗത്ത് CEO ആണ് ഞാൻ. ഇതിന്റെ 4 സ്റ്റേറ്റിന്റെ ചാർജുണ്ട്: കർണാടക, ആന്ധ്ര, തമിഴ്നാട്,
നാലും ഞാൻ ഡീൽ ചെയ്യുന്നത്. എന്റെ പേരുകളും ആലപ്പുഴയാണ്, കാരണം ചേച്ചിയൊക്കെ ആലപ്പുഴ, എന്റെ പെങ്ങളൊക്കെ ആലപ്പുഴ, മുല്ലയ്ക്കല്ല. ഇപ്പൊ അളിയന്റെ കാര്യമാണെങ്കിൽ എവിടൊക്കെ കറങ്ങിയാലും പുള്ളി കമ്മീഷനാണ്, ഇൻകം ടാക്സിന്റെ കമ്മീഷനാണ്. ഇപ്പൊ ആലപ്പുഴ, ഇപ്പൊ കൊച്ചിയിലേക്ക് വരിക, കമ്മീഷനാണ്, CIT ആണ്, കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് ആണ്. പേര് ശ്രീകുമാർ. എന്റെ ബ്രദറിലോ വന്നിട്ട് അങ്ങനെ ആലപ്പുഴ ഉണ്ടായി. പിന്നെ എന്റെ സിസ്റ്റർ അവിടെ SBIയിലായിരുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു, അവിടെ മുല്ലയ്ക്കൽ ബ്രാഞ്ചിൽ തന്നെയായിരുന്നു, ഇപ്പൊ സീനിയർ മാനേജറാണ്. അന്നേരം ഈ ആലപ്പുഴ എന്ന് പറയുന്നത് നമ്മളായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നായി നിരവധി സംഘടനകളാണ് സ്ഥാപനത്തിലെത്തുന്നത്. പ്രോജക്റ്റ് തയ്യാറാക്കൽ എന്ന പേരിൽ 2.5 ലക്ഷം രൂപ ആദ്യം കൈവശപ്പെടുത്തും. ലഭിക്കാൻ പോകുന്ന CSR ഫണ്ടിന്റെ കമ്മീഷൻ എന്ന പേരിൽ പലപ്പോഴായി ലക്ഷങ്ങൾ സ്വന്തമാക്കിയാണ് ഇയാളുടെ പ്രവർത്തന രീതി. കർണാടകയിലെ മാഗടി വില്ലേജും മറ്റേ സുമംഗലി സേവാശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ 1975 സ്ഥാപിതമായ NGO ആണ്. അവർക്ക് സ്കൂളും കോളേജും മെഡിക്കൽ സെന്ററും എല്ലാം ഉണ്ട്. അത് ഞങ്ങളുടെ അണ്ടറില്ല, കുറെ കാലം കൊണ്ട് ഞങ്ങളാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. കർണാടകയിലെ ഏറ്റവും വലിയ NGOസിൽ ഒന്നാണ് സുമംഗലി സേവാശ്രമം. അമ്മ തന്നെ മാതാജി എന്ന് ഒരു മാതാജി, KG സുശീലാമ്മ എന്ന് പറഞ്ഞ മാതാജിയാണ് അതിന്റെ ട്രസ്റ്റി. ദീമാപൂർ നമ്മളിപ്പോ പുതിയ പ്രൊജക്ട് അതിന്റെ ആളെ വിളിച്ചു, ഒരു മിനിസ്റ്റർക്ക് വേണ്ടിയാണ്, അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, ഹെൽത്ത് മിനിസ്റ്റർക്ക് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇപ്പൊ തന്നെ February 3 അവസാനിക്കുന്ന ഒരു ഫണ്ടിങ് സ്കീമുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഞങ്ങൾ ടൂളിൽ തന്നെ ചെയ്യാം. ജർമ്മൻ എംബസിയുമായിട്ട് ഞങ്ങൾ സഹകരിച്ച് ഒരു DAP പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. സ്മോൾ ഫണ്ട്സ് അല്ലേ? അത്ര, അതായത് മാസം 5 ലക്ഷം വെച്ച് കൊടുത്തോണ്ടിരിക്കും, 2 വർഷത്തേക്ക് 5 ലക്ഷം വെച്ച്. നേരത്തെ ജർമ്മൻ എംബസിയൊക്കെ 2 lakhs മാത്രം കൊടുക്കുന്നുള്ളൂ. 5 lakhs ആയി, 5 lakhs വെച്ച് ഓരോ മാസം കൊടുക്കും. അത് DAP ആണ്. ഞങ്ങൾക്ക് കുറെ വർഷം മുന്നേ നെതർലൻഡ് എംബസിയിൽ ഒരു ചെറിയ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ആണോ? അല്ല, അത് കുറച്ച് കുഴപ്പമില്ലായിരുന്നു. ഒരിക്കലും 8 ലക്ഷം കിട്ടി, പിന്നെ 13 ലക്ഷം കിട്ടി. ആണോ? ബെനിഫിറ്റിയിൽ നിങ്ങളുണ്ടോ? ഇല്ല, ബെനിഫിറ്റിയിലൊക്കെ നമുക്ക് ഇവരെ ഇൻക്ലൂഡ് ചെയ്യാം. ബെനിഫിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മാസം ആഴ്ച ഫണ്ട് കയറും. 2 ലക്ഷം 3 ലക്ഷം വെച്ച് കയറിക്കൊണ്ടേയിരിക്കും. അതൊക്കെ ഞങ്ങളുടെ ഓർഗനൈസേഷനാണ് ബെനിഫിറ്റ്. തൃശൂർ ജില്ലയിലെ പ്രശസ്തരായ ഒരു വൈദികന് 1 കോടി രൂപയോളം നഷ്ടപ്പെട്ടതായാണ് വിവരം. വൃക്ക രോഗികൾക്കായുള്ള വൻകിട ഡയാലിസിസ് സെന്റർ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിക്കാമെന്ന വ്യാജേനയായിരുന്നു തട്ടിപ്പ്. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട സന്നദ്ധ സംഘടനകൾക്ക് ഇത്തരത്തിൽ 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പദ്ധതിക്കായി സമീപിച്ചാൽ പല തവണകളിലായി കറൻസി നോട്ടുകളായാണ് പണം കൈപ്പറ്റുന്നത്. പണം വാങ്ങിയതിന് രസീതോ രേഖയോ നൽകാറുമില്ല. രേഖകളില്ലാതെ പണം കൈമാറിയതിനാൽ രേഖാമൂലം പരാതി നൽകാനാവാത്ത അവസ്ഥയിലാണ് ബിജുവുമായി ഇടപാട് നടത്തിയ സംഘടനകൾ. കോടികളുടെ CSR ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ പണം നൽകിയവരും തട്ടിപ്പിനിരയായവരിൽ ഉണ്ട്. തട്ടിപ്പ് പുറത്തറിഞ്ഞാൽ സംഘടനയുടെ മുഖം നഷ്ടമാവുകയും ലഭിച്ചുവരുന്ന സഹായങ്ങൾ നിലയ്ക്കുമെന്ന ഭയത്താൽ തട്ടിപ്പിനിരയായത് പുറത്തു പറയാൻ മടിക്കുന്നവരും പണം നഷ്ടമായവരിൽ ഉണ്ട്. തട്ടിപ്പിനിരയായവർ നിയമത്തിന് മുന്നിൽ വരാൻ ഭയക്കുകയാണ്. നൽകിയ പണത്തിന് രേഖകളില്ല. പരാതി പുറത്തു നൽകിയാൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന പേരുദോഷം വേറെ. ഈ നിശബ്ദതയാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാകുന്നത്. ഇനി നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ച സോളാർ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷ അനുഭവിച്ച 6 വർഷത്തെ ശിക്ഷ അടക്കം അനുഭവിച്ചിട്ടുള്ള ബിജു രാധാകൃഷ്ണൻ എന്ന തട്ടിപ്പുകാരന്റെ പുതിയ തട്ടിപ്പിന്റെ രൂപവും ഭാവവുമാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഈ തട്ടിപ്പിന് ഇതിനോടകം തന്നെ നിരവധിയായ ആളുകൾ ഇരകളാക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വസ്തുത. പക്ഷേ നേരത്തെ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പോലെ പലരും പണം നേരിട്ടാണ്, കറൻസി ആയിട്ടാണ് കൈമാറിയത് എന്നതുകൊണ്ട് തന്നെ എത്രത്തോളം തെളിയിക്കപ്പെടും എന്നതിൽ വ്യക്തതയില്ല. മാത്രവുമല്ല, ഈ ബിജു രാധാകൃഷ്ണനോടൊപ്പം ചില സംഘങ്ങളുണ്ട് നിയമപരമായ ഉപദേശമടക്കം നൽകുന്നതിന് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. നിലവിൽ പരാതിയുമായി ചിലർ രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതിന്റെ വാർത്താ തുടർച്ച ഉണ്ടാകും. ഇനി എന്താണ് ഈ തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ കൂടുതൽ പ്രേക്ഷകരിലേക്ക് വിശദമായി എത്തിക്കും. ഇടവേള.